ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഓഫ്ലൈൻ സെഷനിൽ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് സജിത്താണ്. സജിത്ത് ഓൾറെഡി DBMS സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്ക് ആദ്യം പഠിക്കാൻ പറഞ്ഞിരുന്നത് DBMS ആയിരുന്നു. DBMSും പൈത്തൺ ലാംഗ്വേജും പഠിച്ചു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ജാങ്കോയിലേക്കാണ്. സോ ഓൾറെഡി ജാങ്കോ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. ജാങ്കോയിൽ മോഡൽ വ്യൂ ടെംപ്ലേറ്റ് MVT ആർക്കിടെക്ചർ പഠിക്കുക പ്ലസ് ഒരു 1 വീക്ക് കൊണ്ട് e-commerce വെബ്സൈറ്റ് ചെയ്യുക. നമ്മൾ e-commerce വെബ്സൈറ്റ് 1 വീക്ക് കൊണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു AI ബേസ്ഡ് പ്രൊജക്റ്റിലേക്കാണ് പോകുന്നത്. ചോദിച്ചു നോക്കാം സജിത്തിന്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത്. ഹായ് സജിത്ത്. നമ്മൾ ലാസ്റ്റ് ടൈം കാണുമ്പോൾ സജിത്ത് DBMS സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു, പൈത്തൺ പഠിക്കുമായിരുന്നു അല്ലേ? അതെ. സോ പൈത്തൺ കംപ്ലീറ്റ് ആയോ? കഴിയാറായിട്ടുണ്ട്. സോ നമുക്ക് ഇന്ന് ജാങ്കോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജാങ്കോയിലെ മോഡൽ വ്യൂ ടെംപ്ലേറ്റ്, മോഡൽ എന്താണെന്നും വ്യൂ എന്താണെന്നും ടെംപ്ലേറ്റ് എന്താണെന്നും ഇന്ന് പഠിച്ചു. ഓക്കെ, ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെംപ്ലേറ്റ്സ് എഴുതുന്ന സമയത്ത് e-commerce നമ്മൾ ചെയ്യുമ്പോൾ ഒരു 1 വീക്കാണ് നിങ്ങൾക്ക് e-commerce ഡ്യൂറേഷൻ തരുന്നത്. സജിത്തിന് 1 വീക്ക് കൊണ്ട് e-commerce കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ വേറെ പ്രൊജക്റ്റ് ആണ്. ഓക്കെ, നമുക്ക് ഓരോ ആൾക്കാർക്കും ആദ്യക്ക് വേറെ പ്രൊജക്റ്റ്, അങ്ങനെ ഓരോ ആൾക്കാർക്കും ഓരോ പ്രൊജക്റ്റ്. സോ നമ്മൾ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്ത് വെക്കാം. എപ്പോഴും ഒരു ബാക്ക് പ്രൊജക്ട് ചെയ്യുമ്പോൾ ആദ്യം ആ പ്രൊജക്ട് ബ്രേക്ക് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, അതിനൊരു ആർക്കിടെക്ചർ ചെയ്ത് വെക്കാം. ഓക്കെ, പ്രൊജക്ടിന്റെ ഹോൾ ആയിട്ട് എന്തൊക്കെ ഫീച്ചേഴ്സ് പ്രൊജക്റ്റിൽ വേണം നോക്കുക, ടേബിൾസ് തമ്മിൽ കണക്ഷൻസ് നോക്കുക. സോ അപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്കൊരു 5-6 ഡേയ്സ്, മാക്സിമം 6 ഡേയ്സ് കൊണ്ട് ഈ പ്രൊജക്ട് കംപ്ലീറ്റ്. ഓക്കെ.